ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം. ശുഭ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജി കാർട്ടീസ് ജോൺസ് എന്ന ഗ്രന്ഥകാരൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം യേൽ സർവകലാശാലയിൽ പഠിച്ചിരുന്ന കാലം അദ്ദേഹത്തിന് ഏറ്റവും അധികം ഉത്തേജനം നൽകിയിരുന്നത് ഞായറാഴ്ചകളിലെ ദേവാലയ ആരാധനയായിരുന്നു. അതിനുള്ളൊരു പ്രധാന കാരണം ആ സർവകലാശാലയിലെ പ്രിൻസിപ്പളും അദ്ദേഹത്തിൻ്റെ പത്നിയും 3 മക്കളും പതിവായി ആരാധനയിൽ സംബന്ധിച്ചിരുന്നു. ജി കാർട്ടീസ് പ്രിൻസിപ്പാളിൻ്റെ ഇളയ മകനോട് ഒരിക്കൽ ചോദിച്ചു, പതിവായി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾ ആരാധനയിൽ സംബന്ധിക്കാറുണ്ടല്ലോ, എന്താണ് അതിന് കാരണം? ആ ബാലൻ പറഞ്ഞു, മനസ്സിൽ പ്രകാശവും ഹൃദയത്തിന് സന്തോഷവും നൽകുവാൻ കഴിയുന്ന ഒന്നു മാത്രമേ ഭൂമിയിലുള്ളൂ. അത് സത്യ ആരാധനയാണ്. അത് ജീവിതത്തിലൂടെ ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ ബാലൻ ഇത്തരത്തിലുള്ള മറുപടി പറയുവാൻ യഥാർത്ഥത്തിൽ അടിസ്ഥാന കാരണം അവൻ്റെ മാതാപിതാക്കളാണ്. ഞായറാഴ്ചകളിലെ ആരാധനയും വേദചിന്തകളും അടുത്ത ആരാധന വരെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശവും സന്തോഷവും അളവില്ലാതെ നൽകിക്കൊണ്ടിരുന്നു. ആരാധനയിൽ നിന്നും ഉരുത്തിരിയുന്ന ആത്മപ്രകാശം ആ ഒരാഴ്ചത്തെ ജീവിതചര്യകൾക്ക് ആക്കം കൂട്ടുന്നു. നന്മമയമായി ചിന്തിക്കുവാൻ, നന്മ പ്രവൃത്തിയിൽ ശ്രദ്ധ ചെലുത്തുവാൻ ആ കുടുംബത്തിന് കഴിയുന്നു എന്ന് ജി കാർട്ടീസ് ജോൺ തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ തൻ്റെ ശ്രേഷ്ഠ ശിഷ്യൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം നൽകി, ശിഷ്യ, നീ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് നിന്റെ ആത്മകണ്ണു തുറന്ന് ദിവ്യപ്രകാശം ദർശിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കണം. ശിഷ്യൻ്റെ ചോദ്യം നിരന്തരം പ്രാർത്ഥനയിൽ സമർപ്പിക്കേണ്ട വിഷയം എന്താണ് എന്നതാണ്. ഭക്തൻ്റെ ഹൃദയം പ്രകാശത്തിൽ നിറയുവാൻ സ്വയം പ്രാർത്ഥിക്കുക എന്നതാണ് ആത്മീക ലക്ഷ്യം. ജന്മന അന്ധത ബാധിച്ച ഒരു യുവാവിനെ ക്രിസ്തു ചേറുണ്ടാക്കി കണ്ണിൽ തേച്ച് ശീലോഹാം കുളത്തിൽ പോയി കഴുകുവാൻ ആവശ്യപ്പെടുന്നു. വാസ്തവത്തിൽ ബാഹ്യ കഴുകലിലൂടെ ആന്തരിക പ്രകാശം നിറയുന്ന ജീവിത അനുഭവം ഒരു ക്രിസ്തു ഭക്തന് ലഭിക്കുന്നത് വിശുദ്ധ മാമോദീസയിലൂടെയുള്ള കഴുകലിലാണ്. ഈ നാളുകളിൽ ആന്തരിക കാഴ്ചയ്ക്കായി, ആന്തരിക പ്രകാശത്തിനായി നാം നിരന്തരം യത്നിക്കുക, പ്രാർത്ഥിക്കുക, അതിലൂടെ അനുഗ്രഹീതരാകുക. ശുഭദിനം. ഏവർക്കും നന്ദി.